100 വർഷം മുമ്പേ മൈസൂരിലത്തെ പ്രജകൾക്ക് ഉപയോഗിക്കാനായി അവിടുത്തെ രാജാക്കന്മാർ ഉണ്ടാക്കിയ ഒരു പെർക്കുലേഷൻ ടാങ്കാണ് കേട്ടോ കരഞ്ചി ലേക്ക്. ഇന്നത്തെ യാത്ര അവിടേക്ക് തന്നെ. 1976 മൈസൂർ സൂവിന് കൈമാറിയതാണ് ഈ ലേക്കിന്. 77 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ലേക്കാണ് കരഞ്ചി ലേക്ക്. എന്തായാലും ഇവിടെ വന്നതല്ലേ, എന്നാൽ ഇതിൻ്റെ ഭംഗി മുഴുവൻ രീതിക്ക് ആസ്വദിക്കാൻ വേണ്ടി ഒരു ബോട്ട് റൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു. 20-25 രൂപയ്ക്ക് നമുക്ക് ഒരു 15 മിനിറ്റ് ബോട്ട് റൈഡ് ഇവിടെ ചെയ്യാൻ പറ്റും. ആ കിളിക്കൂട്ടൻ അവിടെ എന്താ ചെയ്യണേന്നല്ലേ, നനഞ്ഞ തുണി നമ്മൾ ഉണക്കാൻ വെയിലത്തിടണ പോലെ സ്വന്തം ചിറക് ഉണക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ ആള്. അങ്ങനെ 15 മിനിറ്റ് റൈഡ് ആസ്വദിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് കുറച്ച് കിളികളെ കാണാൻ വേണ്ടിയാണ്. ഇവരുടെയൊക്കെ ഭംഗി അടുത്തുനിന്ന് കാണാൻ എന്താ രസം. ഇവൻ ഒരു ഭീകരൻ തന്നെ. ഫോൺ എടുത്തതും പോസ് ചെയ്യാൻ ദാ ആള് റെഡി. നോക്കണ്ട ഉണ്ണി, വേറെ ഒന്നും നോക്കണ്ട, ഇതന്നെ ആൺമയിലും പെൺമയിലും റൊമാൻസാണ് കേട്ടോ. ഓം ശാന്തി ഓശാനയിൽ രഞ്ജി പണിക്കർ പറഞ്ഞ പോലെ പ്രകൃതി ഭംഗിയും ഹരിതാപവും പച്ചപ്പും എല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് മൈസൂർ സൂവിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ മൈസൂർ സൂവിൻ്റെ വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.